ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ സീമന്തം ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് ഇന്നിടുന്നത്. അപ്പോൾ ഫംഗ്ഷൻ തുറവൂർ വെച്ചിട്ടായിരുന്നു. തുറവൂർ അവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഫംഗ്ഷൻ നടത്തിയത്. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ. കൂടെ ഇരിക്കുന്നത് ശിവു ആണ്. ഇങ്ങനെ ഒരു ആൺകുട്ടീനെ കൂടെ ഇരുത്താറുണ്ട്. അത് പണ്ടോട്ടേ ഉള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഹോമവും പിന്നെ കുറേ പൂജകളും ഒക്കെയുള്ളൊരു ഫങ്ഷനാണ് സീമന്തം ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇത് 7-ാം മാസം കഴിയുമ്പോൾ ചെയ്യുന്നൊരു ഫങ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ട കുറേ സാധനങ്ങളാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എന്തിനാണ് എന്ന് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. അപ്പോൾ കൂടുതലും പെൺകുട്ടിയുടെ ഹസ്ബൻഡിനാണ് ഇതിൽ റോള് വരുന്നത്. കാരണം പൂജകളൊക്കെ ചെയ്യുന്നത് ആണുങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടത്താമെന്ന് വിചാരിച്ചു. ബ്രദർന്ന് വെച്ചാൽ എൻ്റെ കൊച്ചൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ കസിൻ്റെ വൈഫിൻ്റെ സീമന്തമാണ് നടത്തുന്നത്. ഇതെൻ്റെ കസിനാണ്, എൻ്റെ സിസ്റ്ററും ഉണ്ട്. കസിൻസാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഞങ്ങളൊരു പെൺപട തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കുറേ ക്ലിക്ക് ചെയ്തു. നല്ല നല്ല ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലുള്ള SMS വിഷനാണ് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിരുന്നത്. അപ്പോൾ ഈ ചേട്ടനൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല വൈബിലുള്ള ചേട്ടന്മാരായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടി. ഞങ്ങളും ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഇതാണ് അമ്മമാർ. അപ്പോൾ കസിൻ്റെ അമ്മയും സിസ്റ്റർ ഇൻ ലോയുടെ അമ്മയുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോമം ഇട്ട് അവിടെ മൊത്തം പുകമയമായിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ പെൺകുട്ടിക്ക്. അതുപോലെ തന്നെ കല്യാണത്തിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വെറ്റിലയും പാക്കൊക്കെ വെച്ചിട്ട് എല്ലാ മുതിർന്നവരുടെയും അനുഗ്രഹം മേടിക്കുന്നൊരു ചടങ്ങുമുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ അച്ഛനും അമ്മയും കേട്ടോ. അപ്പോൾ അവർ എന്തൊക്കെയോ പറഞ്ഞൊക്കെ ചിരിച്ചിട്ടാണ് ഇങ്ങനെ എല്ലാവരും അനുഗ്രഹം കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ അവനെക്കാളും കുറച്ച് വലുതാണ്, 3 വയസ്സിന് വലുതാണ്. അപ്പം ആളെൻ്റെ കാല് വീഴാത്തതുകൊണ്ട് കാലിൽ വീഴടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാല് വീഴിച്ചതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പൊംശവനത്തിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കുവാണ്. കല്യാണം കഴിയാത്ത കന്യകമാരായിട്ടുള്ള പെൺകുട്ടികളുടെ കയ്യിൽ ഇതുപോലെ തന്നെ ദർഭപ്പുല്ലും തൈരും കൂടി കൊടുത്തയക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരിതുപോലെ ആ ദർഭപ്പുല്ല് ചതച്ച്, അതായത് തൈര് ഒഴിച്ച് അത് ചതച്ച് അത് പേസ്റ്റ് പരുവത്തിലാക്കും. എന്നിട്ട് ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് അരിച്ച് ഈ പെൺകുട്ടിയുടെ മൂക്കിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഹസ്ബൻഡ് ഒഴിച്ചു കൊടുക്കും. അതാണ് ചടങ്ങ്. അത് നമ്മുടെ വയറിൻ്റെ അകത്ത് കിടക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് പൂജാരി പറഞ്ഞത്. അതായത് ഇത് ഒഴിച്ചു കഴിയുമ്പോഴേക്കും വയറിൻ്റെ അകത്തുള്ള കുട്ടിയുടെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ഒരു അസുഖവും വരാതെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ചടങ്ങ് കൊണ്ടുള്ളത്. ആ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇനിയിപ്പോൾ ആൾ അത് മൂക്കിലേക്ക് ഒഴിക്കാനുള്ളൊരു പ്രിപ്പറേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും ഇങ്ങനെ കൂടി വന്നു. നമ്മൾ അടുത്ത് അറിയുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫംഗ്ഷന്. അപ്പോൾ എല്ലാവരും കൂടി നല്ല വൈബിലാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി നിൽപ്പുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോർക്കുപ്പൈൻ ഉണ്ടല്ലോ, അതായത് മുള്ളൻ പന്നിയുടെ മുള്ളുകൊണ്ട് ഗായത്രി മന്ത്രം എഴുതുവാണ് തലയിൽ. അപ്പോൾ അതെന്ന് പറയുന്നത് പതുക്കെ എഴുതുള്ളൂ. അത് ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ക്ലസ്റ്റർ ഫിഗ് എന്ന് പറയില്ലേ, അത്തി, അതും ഈ പോർക്കുപ്പൈൻ്റെ മുള്ളും കൂടി കെട്ടിയിട്ട് അത് കുട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അത്തി വെക്കുന്നതെന്ന് വെച്ചാൽ ദേവമാതയായിട്ടാണ് സങ്കല്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. അടുത്തത് ഗോതമ്പ് മാലയാണ് ഇടുന്നത്.
ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ധാന്യത്തിലൊന്നാണ് ഗോതമ്പ്. അടുത്തത് അതുകൊണ്ട് ഗോതമ്പിൻ്റെ മാല ഇടുകയാണ് ചെയ്യുന്നത്. ഗോതമ്പ് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് അത് കോർത്തിട്ട് ഗോതമ്പ് മാല ഉണ്ടാക്കി അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചടങ്ങുകൾ തീരുന്നില്ല, അതുകൊണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.